പ്രിയപ്പെട്ട എല്ലാ SLC വിദ്യാർത്ഥികൾക്കും വേൾഡ് ഓഫ് വിഷ്ണുദേവൻ എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കാണാത്തവർ ഇതിൻ്റെ മുമ്പിലുള്ള ആ 2 എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 3ാമത്തെ എപ്പിസോഡിൻ്റെ അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ 3ാമത്തെ എപ്പിസോഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ 1ാമത്തെ എപ്പിസോഡും അതുപോലെ തന്നെ 2ാമത്തെ എപ്പിസോഡും നിങ്ങൾ നിർബന്ധമായി കണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങൾ ഇന്നും നിങ്ങളുടെ ടെസ്റ്റ് കരുതുക. ടെസ്റ്റ് ഞാൻ പറയുന്ന പേജിൽ എടുക്കുക, ആ ക്വസ്റ്റ്യൻ നോക്കുക, ഞാനിവിടെ ബോർഡ് ചെയ്യും, അതനുസരിച്ച് നിങ്ങളും അത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എന്നത്തെ പോലെ പറയുകയാണ് നമ്മുടെ ടെസ്റ്റിൽ ഇന്ന് എടുക്കേണ്ടത് പേജ് നമ്പർ 109. അതിന് മുമ്പായിട്ട് 108 ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, 108 ഒരു ചെറിയ എക്സാമ്പിളാണ് നമുക്ക് എടുക്കാനുള്ളത്. ആദ്യമായിട്ട് ഒരു ട്രയാങ്കിൾ, ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 130 ഡിഗ്രി. അതിൻ്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ, അടുത്ത സൈഡ് 5 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ. ഒന്ന് 6 സെൻറ്റിമീറ്റർ, അപ്പോൾ അടുത്ത സൈഡ് അതിൻ്റെ എത്ര? 4 സെൻറ്റിമീറ്റർ. ഈ 2 സൈഡ് ചേരുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 130 ഡിഗ്രി. ഈ ട്രയാങ്കിളുടെ നമുക്ക് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ വിസ്തീർണം, ത്രികോണത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ 2 വശങ്ങൾ തന്നിട്ടുണ്ട്. ഈ 2 വശങ്ങൾ ചേരുന്ന ആംഗിളാണ് തന്നിരിക്കുന്നത്. എത്ര? 130 ഡിഗ്രി. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, SLC പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെസ്റ്റിലെ എക്സാമ്പിളാണത്, അത് തന്നെ പഠിച്ചു പോവുക. ആദ്യം പഠിക്കുക. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബേസ് അല്ലേ, ഹാഫ് ഇൻറ്റു 1/2. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH. 1/2 ഇൻറ്റു B ഇൻറ്റു H. 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. പാദം ഇൻറ്റു അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, അതിൻ്റെ ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, A is equal to half BH, ബേസ് ഹൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ട്രയാങ്കിളുടെ ഏരിയ. പക്ഷേ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ അല്ല. നോക്ക്, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബേസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം, ഈ തന്നിരിക്കുന്ന ഈ ബേസ് ഇത് കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഡോട്ട് ഇട്ട് എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. കേട്ടല്ലോ, ബേസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്നും ഇവിടേക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അതുപോലെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതിന് ലംബമായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി കിട്ടുന്നു? 90 ഡിഗ്രി. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലീനിയർ പെയർ എന്താണ്? രേഖീയ ജോഡികൾ. ഒരു രേഖയിലുള്ള 2 കോണുകൾ, അപ്പുറം വരുന്ന 2 കോണുകൾ, ആംഗിൾ, അതിൻ്റെ സം എത്രയായിരിക്കും? 180 അല്ലേ? അപ്പോൾ ഇവിടെ 130 ആണെങ്കിൽ ഇപ്പുറത്ത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 മൈനസ് 130 എത്ര? 50 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് മാറുന്നു? 50 ഡിഗ്രി ആയിട്ട് മാറും. ഇതെന്തിനാണ് ചെയ്തത്? ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് വരണം അല്ലേ? അപ്പോൾ ഇങ്ങനെ ലംബമായിട്ട് വരണം, ഇങ്ങനെ അല്ലേ, കുത്തനെ വരണം. അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട്. ഏതിനാണ്? ഈ ബേസിന് ലംബമായിട്ട് വരുന്നതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതല്ല. ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, ഈ H കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. നമുക്ക് എന്നിട്ട് ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. എന്താണ്? ABC. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പേര് കൊടുക്കാം D. അപ്പോൾ
നമുക്ക് വേണ്ട സംഭവങ്ങൾ വേറൊന്നുമല്ല. ഒന്ന് ഇത് വേണം, പിന്നെ ഏതാ വേണ്ടത്, അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഇത് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ ഇതാണ് നമുക്ക് വേണ്ടത്, ഇതും വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതായത് ബി സിയും വേണം, എ ഡിയും വേണം. ഈ ഡി ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു സംഭവമാണ് അല്ലേ, അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഹൈറ്റും വേണം, അതിൻ്റെ ബേസും വേണം. ബേസ് ഉണ്ട്, എത്ര, 6 സെൻറ്റിമീറ്റർ. ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റിന് ഞാൻ ഇവിടെ എന്ത് മാർക്കിയിട്ടുണ്ട്, എ ഡി എന്ന് മാർക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുക, ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ് അല്ലേ. ഇത് എത്രയാണ്, ഇവിടുത്തെ ആംഗിൾ ഡി എത്രയാണ്, 90 ഡിഗ്രി മട്ടകോണാണ്. ഇതൊരു മട്ട ത്രികോണമാണ്. ആയിക്കോട്ടെ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന 50യുടെ എന്ത് സൈഡാണിത്, ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. എതിർവശം എ ഡി, ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ തന്നിരിക്കുന്നത് എന്ത് വശം, അതിൻ്റെ ഹൈപ്പോട്ടൻസ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കേണ്ടത് എതിർവശം, തന്നിരിക്കുന്നത് കർണം. എതിർവശം ബൈ കർണം എന്ത് തീറ്റയാണ്, സൈനാണോ കോസാണോ ടാനാണോ. ഇത്തരം ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ അപ്പുറത്തോട്ട് കൊസിക്കാണോ സീക്കാണോ കോട്ടാണോ നോക്കേണ്ട കാര്യമില്ല. സൈൻ കോസ് ടാൻ അപ്പുറം സെക്ഷൻ നിങ്ങൾ വിട്ടേക്കുക. കൊസിക്ക് സീക്ക് കോട്ട നിങ്ങൾ ഇപ്പോഴും എടുക്കേണ്ട. അപ്പോൾ ഇതിൽ എന്താണ്, സൈനാണോ കോസാണോ ടാനാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എ ഡി. തന്നിരിക്കുന്നത് അതിൻ്റെ എന്താണ്, ഹൈപ്പോട്ടൻസ് ആണ് എ ബി അല്ലേ. എതിർവശം ബൈ എന്താണ്, കർണം. ഏത് തീറ്റ, സൈൻ തീറ്റ. എന്താണ് എതിർവശം ബൈ കർണം, തീറ്റയാണ് സൈൻ തീറ്റ. ഓക്കെ. അപ്പോൾ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് അല്ലേ. സൈൻ തീറ്റ സൈൻ 50 എതിർവശം ബൈ കർണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ 30-ൻ്റെത് 60-ൻ്റെത് 45-ൻ്റെത് ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ ഇടയ്ക്കുള്ള ഈ പറയുന്ന 50-ഉം 50-ഉം 55-ഉം 57-ഉം ഒക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബാക്കിൽ പുറകിലായിട്ട് അടുത്ത പേജിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പേജ് നമ്പർ, അതായത് 6ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു വലിയൊരു ചാർട്ട്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂസ് കൂടെ ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആംഗിൾസ് അല്ലേ, അതിൻ്റെ മെഷറെല്ലാം തന്നിട്ടുണ്ട്. എന്താണ്, 0 മുതലാണ് തുടങ്ങുന്നത്, 0 ഡിഗ്രി 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ 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 അതായത് ഇവിടെ വരെ ഇത്രയുണ്ട്. എത്ര വരെ, 90 ഡിഗ്രി വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ അല്ലേ. അതുപോലെ സൈൻ കോസ് ടാൻ ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് നേർക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് എന്താണ്, എ ഡി. എ ഡി ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്, 4. എ ഡി ബൈ 4 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ത് തീറ്റയാണ്, സൈൻ അല്ലേ. സൈൻ എത്ര, 50. സൈൻ 50. ഞാനിതൊന്ന് മാറ്റിയാണ്. അപ്പോൾ എ ഡി ബൈ 4 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്, സൈൻ 40. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എ ഡി ബൈ 4 ഈസ് ഈക്വൽ ടു സൈൻ 50. നമുക്ക് എത്രയാണ് നോക്കാം. ഇവിടെ നോക്കുക, സൈൻ 50 എന്ന് പറയുന്നത് ആംഗിൾ സൈൻ 50 0.7660. 0.7660 പോയിന്റ് ശേഷമുള്ള സീറോയ്ക്ക്, അതായത് അവസാനിക്കുന്ന എത്ര സീറോ വന്നാലും, അതായത് ഇപ്പോൾ 0.76666000 അങ്ങനെ വന്നാലൊന്നും ഇതിനൊന്നും വാല്യൂ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ആ സീറോ ബാക്കിലിടേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്യുന്നു, ഒരു 1 കൊടുക്കുന്നു, ഇതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഡി ഇൻറ്റു 1 എന്താണ്, എ ഡി ഈസ് ഈക്വൽ ടു 0.766 ഇൻറ്റു 4. 0.766 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, കുടിക്കണം. നോക്കാം. 7 6 6 ഇൻറ്റു 4. 4 6 are 24. 4 6 are 24. 24 plus 2 26. 2 4 7s are 28 plus 2 30. 30 അല്ലേ. 6 4 24 4 ശിഷ്ട 2, 4 6 24 2 26 4 ശിഷ്ട 2, 4 7 28 2 30. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞൂടാത്ത കുട്ടികൾ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ SLCക്ക് ഞാൻ പഠിപ്പിച്ചിട്ടും ഉണ്ട്.
അവർ നല്ല മാർക്ക് വെച്ച് B+ വാങ്ങിച്ച് പാസ്സായ കുട്ടികളും ഉണ്ട്. ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. മൾട്ടിപ്ലിക്കേഷൻ മുതലാണ് SLCക്ക് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് നാണക്കേടെന്ന് വിചാരിക്കുന്നത് പഠിക്കുക. മൾട്ടിപ്ലിക്കേഷൻ അതാണ് 4 × 6 അല്ലേ? 4 × 6 = 24, 2 4 × 6 = 24 + 2 26, 2 4 7 എത്ര 28 + 2 എത്ര 30. ഇനി ഇവിടെ പോയിന്റിന് ശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് എൻ്റെ എത്ര ഡെസിമൽ പ്ലേസ് നമുക്ക് മാറ്റണം നോക്കാം. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് വരുന്നുണ്ട്? 3 ഡിജിറ്റ്. 1 2 3. എത്ര സ്ഥാനമാണ് വരുന്നത്? 3 സ്ഥാനം. ഇവിടെ നിന്ന് മാറ്റണം. ഇനി സ്ഥാനം മാറ്റാൻ അറിയാത്ത ചേട്ടന്മാരും ആവശ്യം പോലെ ഉണ്ട്. ശ്രദ്ധിക്കുക. സ്ഥാനം എവിടെ നിന്നാണ് മാറ്റേണ്ടത്? ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് മാറ്റേണ്ടത്, അല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ടല്ല. ശ്രദ്ധിക്കുക. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഇവിടെ പോയിന്റ് ശേഷം എത്ര സ്ഥാനം വരുന്നുണ്ട്? 3 സ്ഥാനം വരുന്നുണ്ട്. അപ്പോൾ 1 2 3. അപ്പോൾ അത്രയാണ് ആൻസർ. 3 പോയിന്റ് പേന പ്രശ്നമാകുന്നു. 3.064. സെന്റിമീറ്റർ. അതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കാതിരിക്കുക. 3.064. നമുക്ക് ഇതാണ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു. ബേസ് ഉണ്ട്. നമുക്കിനി അടുത്ത ഇങ്ങോട്ട് കിടക്കാം. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളത്, അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ളതിലേക്ക് പോകാം. അപ്പോൾ A = ½ BH. അപ്പോൾ 1/2 ഇൻറ്റു ബേസ് എത്ര? 6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3.064. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താഴെ കിടക്കുന്ന 2 അല്ലേ? ഈ 2ൻ്റെ മുകളിൽ ഏതെങ്കിലും ഈവൻ നമ്പർ. അപ്പോൾ മുകളിൽ ഏത് ഈവൻ നമ്പർ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടുകൂടെ നമുക്ക് അതിനെ വിട്ടാൻ പറ്റും. അപ്പോൾ 6ൽ 2 എത്ര ടൈംസ്? 3 ടൈംസ്. ഇപ്പോഴും ചില കുട്ടികൾക്ക് സംശയമുണ്ട്, ഈ 3 എന്ന് പറയുന്ന ആൻസർ എവിടെ എഴുതണമെന്ന്. പല വിദ്വാന്മാരും എന്ത് ചെയ്യും? വെട്ടിയിട്ട് താഴെ എഴുതി വയ്ക്കും. അവിടെയല്ല കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് പറയാൻ. 2 6ഉം ഏതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 2 6ഉം 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 2ൽ 2 എത്ര? 1 ടൈം. അതുപോലെ 6ൽ 2 എത്ര? 3 ടൈംസ്. അങ്ങനെയാണ് വേണമെങ്കിൽ പണിയിൽ 2ൽ 2 1 ടൈം. ആ 1 ഞാൻ അവിടെ കൊടുക്കുന്നില്ല. 6ൽ 2 എത്ര? 3 ടൈംസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 × 3 × 3.064 എല്ലാം കൊണ്ട് നീ മൾട്ടിപ്ലൈ ചെയ്യാം. 1 കളഞ്ഞേ. അപ്പോൾ 3 × 3.064 അതായത് 3064 അങ്ങനെ എടുക്കുക. അല്ലേ? എത്ര? 3 3 4 are 1, 3 6 are 18 + 1 19 1 300 അല്ലേ? 30 ആണ്. അതിന് വരെ കൊടുക്കുക 1. 3 × 3 എത്ര? 9 അല്ലേ? 3 4 12 2 ശിഷ്ടം 1 3 18 19 9 ശിഷ്ടം 1 3 × 0 അല്ലേ? അപ്പോൾ 0 കിട്ടും. 0യുടെ 1 + എത്ര? അത് എത്ര? 1. പിന്നെ അടുത്തെന്താണ്? 3 9 അതവിടെ എഴുതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ 9192. ഇനി നമ്മൾ ചെയ്യേണ്ടത് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? പോയിന്റിന് ശേഷം 3.064 3 ഡിജിറ്റാണുള്ളത്. ഇവിടെ നിന്നാണോ മാറ്റേണ്ടത്? അവിടെ നിന്നാണോ മാറ്റേണ്ടത്? അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണോ? ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റണോ? എന്തുകൊണ്ടാണ് മാറ്റേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റുക, വലതുവശത്തു നിന്നും ഇടതുവശത്തേക്ക് മാറ്റുക. അപ്പോൾ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 1 2 3. ഇതാണ് ആൻസർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകിലും പോയിന്റ് ശേഷം 2 ഡിജിറ്റിന് 2 ഡെസിമൽ പ്ലേസിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. 9.19 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോയിന് ശേഷം 2 ഡെസിമൽ പ്ലേസാണ് നമ്മൾ എടുക്കുന്നുവെങ്കിൽ മൂന്നാമത്തെ ഡിജിറ്റ്, അതായത് കളയാൻ പോകുന്ന ഡിജിറ്റ്,
അതായത് 5 എബോവ് 5 അതാണ് 5, 6, 7, 8, 9. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇതിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനോട് നമ്മൾ ആഡ് ചെയ്യും. ഈ കളയാം, അതായത് 2 ഡെസിമൽ പ്ലേസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 5, 6, 7, 8, 9 ആണെങ്കിൽ എത്രയായിട്ട് 1 കൺസിഡർ ചെയ്യുന്നുണ്ട്? 1. എന്നിട്ട് എന്ത് ചെയ്യും? തൊട്ടുമുള്ള ഡിജിറ്റിലൂടെ ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ 1, 2 മൂന്നാമത് കളയാൻ പോകുന്ന ഡിജിറ്റ് എന്താണ്? അല്ലേ, ബിലോ എന്താണ്? 5 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 ആണ് അല്ലേ. 0യോ അല്ല, 0 നമ്മൾ നോക്കണ്ട. 0, 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും വന്നാൽ നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? കളയുന്നു. 1 ആയിട്ട് എടുക്കുന്നില്ല. എന്താണ്? ഇതെല്ലാം കളയും. അതുകൊണ്ട് ഈ 2നെ ഞാൻ കളഞ്ഞു. പക്ഷേ 5, 6, 7, 8, 9 ആയിരുന്നുവെങ്കിൽ അതിനെ നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? 1 ആയിട്ട് എടുത്തിട്ട് ഈ 9നോട് കൂട്ടും അല്ലേ. 9നോട് 1 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10. ബാക്കി ഒരു 1 വരും. ആ 1 ഇതിനോട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ 9.20. 9.20. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പോയതിനു ശേഷം അവസാനിക്കുന്ന 0യിലാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട? ആ 0 വേണ്ട. യഥാർത്ഥ ആൻസർ എന്താണ്? 9.2 അതായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്? മൂന്നാമത്തെ ഡിജിറ്റ് എന്താണ്? എബോവ് 5 ആണോ ബിലോ 5 ആണോ? ബിലോ 5. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 2നെ നമ്മൾ കളഞ്ഞിട്ട് 9.19 സ്ക്വയർ സെൻറ്റിമീറ്റർ എഴുതുന്നു. ഇതാണ് എൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടിക്കഴിഞ്ഞു. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് ബി എച്ച് ആണ്. ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് ബി എച്ച്. അപ്പോൾ അതിൻ്റെ ബേസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഡി ബി എക്സ്റ്റെൻഡ് ചെയ്തത്. അതിൻ്റെ ഹൈറ്റ് നമുക്ക് എ ഡി നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് അപ്ലൈ ചെയ്തത്? ട്രിഗണോമെട്രിയിലെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്ന അല്ലേ, അതിൻ്റെ സൈൻ 50 വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 3.064 സെൻറ്റിമീറ്റർ അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? 1/2 ബി എന്താണ്? ബേസ് 6 ഇൻറ്റു ഹൈറ്റ് കിട്ടിയത് എത്ര? 3.064 അല്ലേ. അപ്പോൾ 6 2 കൂടെ വിട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 3 കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എത്രയാണ്? 9.129. അതിനെ കുറച്ചുകൂടെ ഷോർട്ടാക്കി എന്ത് ചെയ്തു? 9.19 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ എക്സാമ്പിൾ ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ടെസ്റ്റിലെ എക്സാമ്പിൾ പഠിപ്പിച്ച് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടിയാൽ വേണ്ടിയാണ്. അതിൽ ഏരിയ കാണാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 3.064 ആണ്. ഏതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ? ഇതുവരെ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു? കുറച്ചുകൂടെ അടുത്ത് പഠിപ്പിക്കേണ്ട പോർഷനിലേക്ക് പോയി. അതുകൊണ്ട് അതിൻ്റെ ഏരിയയും കൂടെ ഞാൻ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല ടെസ്റ്റിലെ. ഏത് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സാമ്പിൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 109 പേജ് നമ്പർ 109. എല്ലാവരും ടെസ്റ്റ് എടുക്കുക, നോക്കുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് the length of two sides of a triangle are 8 centimeters and 10 centimeters and the angle between them is 40 degree. ഒരു ട്രയാങ്കിളിൽ എത്ര സൈഡുണ്ട്? 3 സൈഡുണ്ട്. അതിൽ 2 വശങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വശം 8 സെൻറ്റിമീറ്റർ, ഒരു വശം 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന ആംഗിളാണ് എത്ര? 40 ഡിഗ്രി. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത്? ഇതിനടുത്ത് വീണ്ടും രണ്ടാമത് മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഏരിയയോടെ കണ്ടുപിടിക്കുക. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ബട്ട് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 140 ഡിഗ്രി. നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് 40 ഡിഗ്രി വെച്ചാണ്. ഇത് നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് 140 ഡിഗ്രി വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക.
ഓക്കെ, ട്രയാങ്കിൾ വരച്ചു. ദ ലെങ്ത് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 8 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 10 സെൻറ്റിമീറ്റേഴ്സ്. ഒന്ന് 8 സെൻറ്റിമീറ്റർ, മറ്റൊന്ന് 10 സെൻറ്റിമീറ്റർ. ഈ രണ്ട് സൈഡും കൂടെ ചേരുന്ന ഈ ആംഗിൾ എത്ര പറഞ്ഞിരിക്കുന്നു? 40 ഡിഗ്രി, 40 ഡിഗ്രി. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് സൈഡ് തരും, ഒരു ആംഗിൾ മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ രണ്ട് സൈഡ് ഇവിടെയും ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് കൊണ്ടുവന്ന് ഈ വല്ല ഏതെങ്കിലും പുത്തിരിക്കട്ട മൈതാനത്തൊന്ന് കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് കളയരുത്. അപ്പോൾ രണ്ടും എവിടെയാണ് ചെയ്യേണ്ടത്? ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെവിടെ കൊണ്ട് ഇതാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് വരുന്ന ഈ ആംഗിളാണ് മാർക്ക് ചെയ്യേണ്ടത്. എത്ര? 40 ഡിഗ്രി. ശ്രദ്ധിക്കുക. ഇതിനടുത്ത് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ്സ് ഏരിയ. അതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. A = എന്താണ്? ഹാഫ് BH. ബേസ് വേണം, ഹൈറ്റ് വേണം. ബേസ് ഉണ്ട്, ഹൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് നമുക്ക് താഴോട്ട് വരയ്ക്കാം. ഓക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതത്ര 8 സെൻറ്റിമീറ്റർ. നമ്മുടെ പേന ചതിക്കുന്നു, എഴുതാൻ പറ്റുന്നില്ല, എന്ത് പറ്റിയെന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ ആണ്, ഇത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചിട്ട് എനിക്ക് ഇതാണ് വേണ്ടത്. ഇത് നമുക്ക് പേര് കൊടുക്കാം. ഇത് A, ഇത് B, ഇത് C. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് പേര് കൊടുക്കാൻ പറ്റും? D എന്ന് പേര് കൊടുക്കാം. ഇതിൻ്റെ ടോട്ടൽ എത്ര പറഞ്ഞിരിക്കുന്നു? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഹൈറ്റ് CD ആണ്, AB ആണ് ബേസ്. ബേസ് എത്ര ഉണ്ട്? 10 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ. ഇത് തിരിച്ച് വരച്ച് മാർക്ക് ചെയ്താലും കറക്റ്റായിരിക്കും ആൻസർ കിട്ടുന്നത്. ഈ 10 ഇവിടെ എഴുതിയിട്ട് ഇവിടെ 8 ഇവിടെ മാർക്ക് ചെയ്താലും ബേസ് നമ്മൾ ഏറ്റെടുത്താലും അപ്പോൾ കറക്റ്റായിരിക്കും കിട്ടുന്ന ആൻസർ. ഈ തന്നിരിക്കുന്ന ആംഗിൾ എയുടെ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉയരം എന്താണ്? CD എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഇതൊരു റൈറ്റ് ആംഗിളായിട്ട് മാറിയില്ലേ? റൈറ്റ് ആംഗിളായിട്ട് ഒരു ട്രയാങ്കിൾ അല്ലേ? ഒരു മട്ടത്രികോണമല്ലേ ഇത്? അപ്പോൾ ഇത് എത്ര? 90 ഡിഗ്രിയാണ്. ഈ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് ഇത് CD എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര? 90 ഡിഗ്രി. ഇതൊരു മട്ടത്രികോണമായിട്ട് മാറി. മട്ടത്രികോണമായിട്ട് മാറുമ്പോഴത്തേക്കും ഇത് എന്തായിട്ട് മാറും? അതിൻ്റെ ഹൈപ്പോട്ടൻസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും അതിൻ്റെ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ബേസ്. ഇതെന്താണ്? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വർദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ 40യുടെ എന്ത് സൈഡാണ് CD എന്ന് പറയുന്നത്? 40യുടെ എന്ത് സൈഡാണ്? ഈ തന്നിരിക്കുന്ന 40യുടെ ഓപ്പോസിറ്റ് സൈഡാണ് CD എന്ന് പറയുന്നത്. അപ്പോൾ CD ഓപ്പോസിറ്റ് സൈഡ് തന്നിരിക്കുന്നതാണ് അതിൻ്റെ ഹൈപ്പോട്ടൻസ്. കാരണം എതിർ വശം ബൈ കാരണം. അപ്പോൾ CD ബൈ കർണം എന്താണ്? 8. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. എതിർവശം ബൈ കാരണം എന്താണ്? സൈൻ. സൈൻ എത്ര? 40. സൈന് 40. CD നമുക്ക് അറിഞ്ഞൂടാ. CD ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെത്ര? 8. അതുപോലെ എഴുതി. ഇത് സൈൻ 40 ഞാൻ നേരത്തെ പറഞ്ഞു. ടെസ്റ്റ് നിങ്ങൾക്ക് ആ ബാക്കിലായിട്ട് അതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സൈൻ 40യുടെ വാല്യൂ സൈൻ 40 0.6428. 0.6428. സൈൻ 40 0.6428. ഇത് സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് എന്താണ് ഇതിനടിയിൽ ഒരു 1 കൊടുക്കുക. ആദ്യം CD ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. CD ഇൻറ്റു 1 എന്താണ്? CD ഈസ് ഈക്വൽ ടു ഇതിന് ഇതുകൊണ്ട് 0.6428 ഇൻറ്റു എത്രയാണ്? 8 അല്ലേ? അതായത് 6428നെ 8 കൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ ഈ പോയിന്റ് ഒന്നും എടുത്തോട്ടൊന്നും പോകരുത്, അത് അവിടെ കിടന്നോട്ടെ. 6428 6428നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 8 കൊണ്ട്. 8 8 സാർ എത്ര? 64. 6 8 2 സാർ എത്ര? 16 പ്ലസ് 6 എത്ര? 22. 2 8 2 സാർ 32. 32 പ്ലസ് 2 34. 3 8 6 സാർ 48. 48 പ്ലസ് 3 എത്ര? 51. ഇനി ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡെസിമൽ പ്ലേസ് ആണുള്ളത്? 1 2 3 4. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാറ്റേണ്ടത്. 1 2 3 4. അപ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടി? 5. എത്ര? 142 അല്ലേ? 1424 അതൊക്കെ വരുന്നു. പോയിന്റ് ശേഷം നിങ്ങൾ വേണമെങ്കിൽ 3 ഡെസിമൽ പ്ലേസ് എടുത്തോളൂ. അപ്പോൾ CD 5.142 സെൻറ്റിമീറ്റർ അതിൻ്റെ യൂണിറ്റ് കൊടുത്തു. അപ്പോൾ ആൻസർ കിട്ടാനുള്ള എല്ലാം ആയിട്ടുണ്ട്. അതിൻ്റെ ഏരിയ, അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് BH.
1/2 ഇൻറ്റു ബേസ് എത്രയാണ് 10 സെൻറ്റിമീറ്റർ. 10 ഇൻറ്റു ഇത് എത്രയാണ് 5.142. 5.142. 10നെ 2 കൊണ്ട് നമുക്ക് വെട്ടാൻ പറ്റും അല്ലേ? 10ൻ്റെ ഹാഫ് 2 കൊണ്ട് വെട്ടുക, ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അതിനെ 2 ആയിട്ട് ഭാഗിക്കുക. അപ്പോൾ 10നെ 2 അല്ലേ? 2 2 1 ടൈം, 10 2 എത്ര 5 ടൈംസ്. അപ്പോൾ 10ന് 2 വെട്ടുമ്പോൾ എത്ര 5. അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഇനി 5.142നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 1 4 2. 5 1 4 2നെ എത്ര കൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 1 20 plus 1 21 2 5 1s are 5 plus 2 7 5 5s are 25. ഓക്കെ, ഇനി ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3. ഇവിടെ നിങ്ങോട്ട് മാറ്റുക 1 2 3. അപ്പോൾ ആൻസർ എത്രയാണ്? 25.71. ലാസ്റ്റ് ഒരു 0 ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇതാണ് എൻ്റെ ആൻസർ. 25.71 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ആൻസർ. ഓക്കെ, എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ടൂർണമെൻറ്റ് കുറച്ചുകൂടെ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് അതിൻ്റെ റൂൾസൊക്കെ പഠിച്ചു. രണ്ടാമത് ചെറുതായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. ഇത് മൂന്നാമത്തെയാണ്. കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് sin 30 cos 30 tan 30 എന്നുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതുപോലെ 60 വെച്ച് sin 60 cos 60 tan 60, പിന്നെ എന്താണ് sin 45 cos 45 പിന്നെ tan 45. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഈ 45ഓ 30ഓ 60ഓ അല്ല, അതൊക്കെ നമുക്ക് കാണാതെ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ വാല്യൂസ് മാറി എത്രയാണ് 40 വെച്ചും 50 വെച്ചും ഒക്കെ നമ്മൾ അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഉഴപ്പരുത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കുട്ടികളോട് തന്നെ ഞാൻ ചോദിച്ചു, ഇങ്ങനെയായിട്ട് ടൂർണമെൻറ്റിയുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ് പിള്ളേർക്ക് ഇപ്പോഴും ഒരു അലസതയുണ്ട്, ഉഴപ്പുണ്ട്. അവർക്ക് അതിന് നോക്കാനുള്ള സമയം കിട്ടിയില്ല. സ്കൂളിലെ കുറേ പോർഷനുണ്ട്. എന്നാലും മാത്സ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഞാനിപ്പോൾ എനിക്കിവിടെ സ്പെഷ്യൽ ട്യൂഷനുണ്ട്, വീട്ടിൽ ഞാൻ ക്ലാസ് വയ്ക്കുന്നുണ്ട്. എന്നാലും ആ കുട്ടികളോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററൊക്കെ പഠിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് തുറന്നു നോക്കാത്ത കുട്ടികളെയൊക്കെ എനിക്കറിയാം. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക. The sides of rhombus are 5 centimeters long and one of its angles is 100 degree. Compute its area. റോംബസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സൈഡും ഈക്വലായിട്ടുള്ള ഒരു സമഭുജ സാമാന്തരികം. സാമാന്തരികം എന്ന് പറയുമ്പോൾ അതിന് 4 വശം അല്ലേ, പാരലോഗ്രാം. അതിന് 4 വശമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സൈഡും ഈക്വലാണ്. ബോർഡ് ഒന്ന് പിണങ്ങി. ഓക്കെ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. അപ്പോൾ ദ സൈഡ്സ് ഓഫ് റോംബസ് ആർ 5 centimeters ലോങ്. അപ്പോൾ 5 centimeters എല്ലാ സൈഡും എന്താണ്? ഈക്വലാണ്. 5 centimeters 5 centimeters 5 centimeters, ഇത് 5 centimeters. ഇതിൽ പറഞ്ഞിരിക്കുന്നു the sides of a rhombus are 5 centimeters long and one of its angle is 100 degree എന്നാണ്. one of its angles, ഈ തന്നിരിക്കുന്ന ആംഗിളിൽ ഒന്ന്, അതായത് എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് അല്ലേ. അപ്പോൾ അതിൽ ഈ തന്നിരിക്കുന്ന കോണുകളിൽ ഒരു കോണിൻ്റെ അളവാണ് അത്ര 100 ഡിഗ്രി. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ 100 ഡിഗ്രി എവിടെ മാർക്ക് ചെയ്യും? ഈ ആംഗിൾ ഇരിക്കുന്നത് ഇങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത്, ഇത് കുറച്ച് ഒതുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ 100 എവിടെ മാർക്ക് ചെയ്യാം? ഇവിടെ മാർക്ക് ചെയ്യണം, ഇവിടെ മാർക്ക് ചെയ്യണം. ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 90. ഇതെന്താണ്? ലെസ് ദാൻ 90. അപ്പോൾ വരുമ്പോഴത്തേക്ക് 100 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ 90 ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് 100 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ശ്രദ്ധിക്കുക. ഒരു സമഭുജ സാമാന്തര്യത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് A is equal to
1/2 ഇൻറ്റു, ശ്രദ്ധിക്കുക, ഡയഗണൽസിൻ്റെ ലെങ്ത്. അതായത് ഡയഗണൽസ് എന്താണ്? ഓപ്പോസിറ്റ് വെർട്ടിസസ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത് ഡയഗണൽസ് എന്ന് പറയുന്നത്. ഇത് ഒരു ഡയഗണൽ, ഇതെന്താണ്? മറ്റൊരു ഡയഗണൽ. വികരണങ്ങൾ, ഡയഗണൽസ് അല്ലേ, വികരണങ്ങൾ. ഇതിനെന്താണ് പറയുന്നത്? വികരണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ വികരണം, ഇതെന്താണ്? രണ്ടാമത്തെ വികരണം. അപ്പോൾ D1 D2 ഡയഗണൽ അല്ലേ, രണ്ടാമത്തെ ഡയഗണൽ 1/2 ഇൻറ്റു D1 ഇൻറ്റു D2 എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരു റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളത്, ഒരു സമഭുജ സമാന്തരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1/2 ഇൻറ്റു D1 ഇൻറ്റു D2 തന്നെ പഠിച്ചു വയ്ക്കുക. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. പിന്നെ അപ്പോൾ ഈ ഡയഗണൽ ഈ ആംഗിളിന് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര? 50. ഇവിടെ എത്ര? 50 ഡിഗ്രി. ഓക്കെ, അത് അങ്ങനെ മതി, അവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്തൊക്കെ ഈ ബാക്കിയുള്ള ഈ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതും ഇനി ഇതിപ്പോൾ 100, ഇത് 100 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര? 40, ഇവിടെ എത്ര? 40, ഇവിടെയും 40, ഇവിടെയും 40, ഇവിടെയും 50, ഇവിടെയും 50. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടെ മാത്രം ചെയ്തു പോവാം. ഇത് A, B, ഇത് C, D. ഫസ്റ്റ് ഡയഗണലിൻ്റെ പേരാണ് AB. സാധാരണ നമ്മുടെ നെയിമിംഗ് എന്ന് പറയുന്നത് ABCD എന്നാണ്. നമുക്ക് ഇത് പറയാൻ എളുപ്പത്തിന് D1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് AB. രണ്ടാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് CD ഓർ എന്താണ്? DC. കേട്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ഭാഗത്തിനെ ഇങ്ങനെ അടർത്തിയെടുക്കാം. അതിൽ ഇത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 5 സെൻറ്റിമീറ്റർ. ഇതെന്താണ്? 90 ഡിഗ്രി. ഇത് ശ്രദ്ധിക്കുക. ഇത് A, ഇത് C, A, C. ഇൻ്റർസെക്റ്റ് പോയിന്റ് നമുക്ക് ഇത് കൊടുക്കാം, O എന്ന് പേര് കൊടുക്കാം. O എന്ന് പേര് കൊടുക്കാം. അപ്പോൾ AC എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഡയഗണൽ കണ്ടോ? ഇതാണ് AO. ഒരു ഡയഗണലിൻ്റെ ഹാഫാണ് അല്ലേ? ഫസ്റ്റ് ഡയഗണലിൻ്റെ ഹാഫാണ് AO. അപ്പോൾ AO നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഡയഗണൽ ഇതിൻ്റെ ലെങ്തും കാണണം, ഇതിൻ്റെ ലെങ്തും കാണണം. നമുക്ക് മൊത്തത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യം ഈ ഒരു ഭാഗം കണ്ടുപിടിക്കുക. ഈ ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ട് അതിന് ഇരട്ടിയെടുക്കുക അല്ലേ? ഇവിടെ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നതെങ്കിൽ 2 × 3 എത്ര? 6 സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ ഡബിൾ 3യുടെ ഡബിൾ ആണ് എത്ര? 6 സെൻറ്റിമീറ്റർ. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഒന്നായിരിക്കും 5 സെൻറ്റിമീറ്റർ. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ ഒന്നായിരിക്കും 7. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? 14 സെൻറ്റിമീറ്റർ. 5 ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? 10 സെൻറ്റിമീറ്റർ. അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പീസ് കണ്ടുപിടിക്കാം. AO നമുക്ക് കണ്ടുപിടിക്കാം. ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ എന്ത് സൈഡാണ് AO എന്ന് പറയുന്നത്? ഇത് ഓപ്പോസിറ്റ് ചെയ്ത്. അപ്പോൾ ഇതെന്തായിരിക്കും? അഡ്ജസെൻറ്റ്. ഇത് എതിർവശമാണെങ്കിൽ ഇതെന്താണ്? സമീപവശം അല്ലേ? അപ്പോൾ ഇതെന്ത് തന്നെയാണ്? കർണം, അതിൻ്റെ ഹൈപ്പോട്ടൻസ് അല്ലേ? അഡ്ജസെൻറ്റ് സൈഡും ഉണ്ട്, ഹൈപ്പോട്ടൻസും ഉണ്ട്. അഡ്ജസെൻറ്റ് സൈഡ് ബൈ മാറി. നമ്മൾ ഇതുവരെ പഠിച്ചത് സൈൻ 40 പഠിച്ചു, സൈൻ 50 പഠിച്ചു. ഇതിപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കുന്നതാണ് 50യുടെ അഡ്ജസെൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. നോക്കാം. അപ്പോൾ 50യുടെ അഡ്ജസെൻറ്റ് സൈഡ് എന്താണ്? AO. കാണാൻ പറ്റൂ? AO adjacent side by hypotenuse. AO by hypotenuse എന്താണ്? 5 സെൻറ്റിമീറ്റർ അല്ലേ? അഡ്ജസെൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നതാണ് സൈൻ തീറ്റ. അഡ്ജസെൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നതാണ് കോസ് തീറ്റ. അപ്പോൾ എന്താണ് കോസ്? എത്രയാണ്? തീറ്റ. എന്താണ് അതിൻ്റെ മെഷർ? എത്രയാണ്? 50 ഡിഗ്രി. കോസ് 50. കോസ് 50. ഇനി അടുത്ത് വീണ്ടും AO divided by 5 is equal to cos 50. ഇത് നമ്മൾ പറഞ്ഞതുപോലെ ആ ചാപ്റ്ററിലെ അതിൻ്റെ ലാസ്റ്റ് പേജ് നോക്കുക. കോസ് 50. കോസ് 50 എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 0.6428. cos 50 0.6428. 642 cos 50 0.6428.
228. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഒരു അടിയിൽ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ വണ്ണം കൊടുക്കുന്നത് കേട്ടോ. അത് അങ്ങനെ കൊടുക്കരുത്. നിങ്ങളെ എക്സാമിനകത്ത് ഇങ്ങനെ വണ്ണം ഇട്ട് വയ്ക്കരുത്. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ചെയ്യുക. എ ഒ കൊണ്ട് ഏതിനാ? വണ്ണിനെയും ഇതുകൊണ്ട് ഇതിനെയും. എ ഇൻറ്റു 1 എന്താണ്? എ ഒ ഈസ് ഈക്വൽ ടു 0.6428 ഇൻറ്റു എത്ര? 5. നമുക്ക് എന്ത് ചെയ്യാം? 6, 4, 2, 8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് അല്ലേ? 5 8s are 44, 5 2s are 10 plus 4 എത്ര? 14, 1, 5 4s are 20, 20 plus 4 എത്ര? 21, 2, 5 6 are 30 plus 2 എത്ര? 32. ശ്രദ്ധിക്കുക, ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ്. 1 2 1 4. അപ്പോൾ പോയിന്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ എത്ര ആൻസർ? 3.214. ഈ 0 വേണ്ട, ലാസ്റ്റ് വരുന്ന 0 നമ്മൾ എടുക്കില്ല. സെൻറ്റിമീറ്റർ ആണ് എ ഒ. ഇവിടെ കിട്ടിക്കഴിഞ്ഞു എ ഒ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്കെയിലിൽ ഇതിപ്പോൾ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സെൻറ്റിമീറ്റർ ഒക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെയല്ലേ സ്കെയിലിൽ എടുക്കാറുള്ളത്? 7.5 സെൻറ്റിമീറ്റർ എന്ന് പറയും. 7.512 സെൻറ്റിമീറ്റർ എന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ സ്കെയിലിൽ നമ്മൾ അളക്കുമ്പോഴത്തേക്ക് 7.5 സെൻറ്റിമീറ്റർ. അപ്പോൾ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് എടുക്കുള്ളൂ? ഒരു ഡിജിറ്റ് എടുക്കാവൂ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് മതി. അപ്പോൾ 3.2 കഴിഞ്ഞിട്ട് കളയാൻ പോകുന്ന തൊട്ടടുത്തുള്ള അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ? 2 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വെക്കുന്ന ഡിജിറ്റ് ഏതാണ്? 1 ആണ്. ഈ 1 ആണ് നമുക്ക് കളയേണ്ടത്. അത് 5 അത് 5ന് എന്താണ്? 5 ആണോ? 5ന് എബവ് 5 ആണോ അല്ലെ ബിലോ 5 ആണോ നോക്കുക അല്ലേ? ഇതിപ്പോൾ എന്താണ്? 1 എന്ന് പറയുന്നത് ബിലോ 5 ആണ്, അത് കളഞ്ഞു. അപ്പോൾ 3.2 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ആൻസർ. കേട്ടല്ലോ? അപ്പോൾ എ ഒ കിട്ടി 3.2. ഇവിടെ ഉടനെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെ 3.2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 3.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ എ ബിയുടെ ലെങ്ത് എന്തായിരിക്കും? ഇരട്ടി. 3.2ൻ്റെ ഇരട്ടി എത്ര? 6.4 സെൻറ്റിമീറ്റർ. അതിനേക്കാൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 32നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര? 4 6.4 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ പറയാറ്. അതിൻ്റെ ഡബിൾ എടുക്കുക. അപ്പോൾ അതായി കഴിഞ്ഞു. അതായത് ഈ ഡയഗണിൽ അതിൻ്റെ പകുതി കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 3.2 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞു. ഇനി അടുത്ത് ഈ ഡയഗണൽ സി ഡി എന്ന് പറയുന്ന ഡയഗണിൻ്റെ ലെങ്ത് ആണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ശ്രദ്ധിക്കുക. ഇനി കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിൾ വെച്ചിട്ട് ബാക്കി എല്ലാ സൈഡും കണ്ടുപിടിക്കാമല്ലോ. സി ഒ എന്ന് പറയുന്ന തന്നിരിക്കുന്ന ആംഗിളിൻ്റെ എന്ത് സൈഡാണിത്? ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് അല്ലേ? എതിർവശം ബൈ കർണം. നമുക്ക് നോക്കാം. ഓപ്പോസിറ്റ് സൈഡ് സി ഒ ബോർഡ് പറ്റുന്നില്ല. അപ്പോൾ എ സി എത്ര? 5 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എതിർവശം ബൈ കർണം. എന്താണ് എതിർവശം ബൈ കർണം? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? പറയൂ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. എതിർവശം ബൈ കർണം എന്ത് തീറ്റ? സൈൻ. സൈൻ എത്ര? 50. സൈൻ 50. വീണ്ടും സി ഒ ബൈ 5 ഈസ് ഈക്വൽ ടു സൈൻ 50. ടെസ്റ്റ് മറിച്ച് നോക്കുക. പിന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് മറിച്ച് നോക്കാൻ പറയില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വളരെ നിങ്ങൾക്ക് തെറ്റ് കിട്ടണമെന്നാണ് ക്വസ്റ്റ്യൻ എടുത്തവരുടെയൊക്കെ ചിലരുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ പറയുന്ന കറക്റ്റ് വാല്യൂ ആയിരിക്കില്ല തരുന്നത്. സൈൻ 50 ആയിരിക്കില്ല തരുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളെ ബുദ്ധിമാന്മാരാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നതാണ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യനാണത്. അതുകൊണ്ട് സൈൻ 50ൻ്റെ വാല്യൂ തരും, കോസ് 50ൻ്റെ വാല്യൂ തരും, ടാൻ 50ൻ്റെ വാല്യൂ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൂന്നിൽ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക. കണ്ടുപിടിക്കേണ്ടത് എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പോൾ അതാണ് അതിൻ്റെ സൈൻ തീറ്റയാണ് മനസ്സിലാക്കുക. അപ്പോൾ ബാക്കി നമ്മൾ എല്ലായിടത്തും കളയാം. ഓക്കെ. അപ്പോൾ 0/5 എതിർവശം ബൈ കർണം എന്താണ്? സൈൻ. സൈൻ എത്രയാണ്? 50. അപ്പോൾ നമുക്ക് സൈൻ 50ലേക്ക് പോകാം. ടെസ്റ്റ് സൈൻ 50 0.7660 0.7660 വേണ്ട. അതിനിടയിലൊരു 1 കൊടുത്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. CO/1 എന്താണ്? CO ഈസ് ഈക്വൽ ടു 0.766 × 5.
5 6 are 33, 30 plus 3, 33, 3, so 5 are 35 plus 3 എത്ര 38. പൊസിഷൻ 3 ഡിജിറ്റ് ആണ് 1 2 3. അപ്പോൾ നമുക്കിവിടെ സെൻറ്റിമീറ്റർ ആണ്. ഞാൻ പറഞ്ഞു സ്കെയിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 7.5 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ 7.5 73 അങ്ങനെയൊന്നും വരില്ല. അറിയാലോ, ഈ മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് എടുക്കേണ്ടത്? ഒരു ഡെസിമൽ പ്ലേസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ 3.8 ബാക്കിയൊക്കെ കളയുക, നമുക്ക് വേണ്ട. കാരണം യവനെന്ന് പറയുന്നത് 5-ൽ താഴെയാണ്. 5-ൽ കുറഞ്ഞമാരെന്ന് വേണ്ട, നമുക്ക് 5-ഉം അതിൽ കൂടുതലും 5 ഓർ എബോവ് 5 കേട്ടോ, അങ്ങനെയാണ് വേണ്ടത്. 5 കേട്ടോ, 5-ഉം 5 ആൻഡ് എബോവ് 5 കേട്ടോ. അപ്പോൾ 3.8 സെൻറ്റിമീറ്റർ ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ സി കിട്ടിക്കഴിഞ്ഞു. 3.8 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് 3.8 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങോട്ട് എന്തായിരിക്കും? 3.8 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് മുതൽ ഇതിലുള്ള നീളവും വേണം, ഇത് മുതൽ ഇതിലുള്ള നീളവും വേണം. നമ്മൾ രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ഏരിയ ഓഫ് റെഫ്ഡോ എന്താണ്? റോബസ് അല്ലേ? ഫോർമുല എന്താണ്? 1/2 d1 d2 half d1 d2 1/2 ഇൻറ്റു ലെങ്ത് ഓഫ് എന്താണ്? ഫസ്റ്റ് ഡയഗണൽ, ഒന്നാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത്, പിന്നെ എന്താണ് രണ്ടാമത്തെ ഡയഗണൽ ലെങ്ത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് എ ബിയുടെ ലെങ്ത് എഴുതുക. എ ബി സിക്കൽ ടു ഇതിൻ്റെ ഇരട്ടി അല്ലേ? 2 ഇൻറ്റു എത്ര? 3.2 is equal to 6.4 സെൻറ്റിമീറ്റർ. ഇതിനടുത്ത് സി ഡി, ലെങ്ത് ഓഫ് സി ഡി is equal to 2 ഇൻറ്റു 3.8 അല്ലേ? 38നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 48 76 ആണല്ലോ. അപ്പോൾ എത്ര കിട്ടും? എത്ര ഡിജിറ്റ് മാറ്റുക? ഒരു ഡിജിറ്റ് 7.6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എഴുതേണ്ടത് ഇതെല്ലാം കൊച്ചു ക്ലാസ്സിലെ പിള്ളേരെ ഉള്ള രീതിയാണ്. നമുക്കത് വേണ്ട. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഹാഫ് എ ബി ഇൻറ്റു സി ഡി. മനസ്സിലായില്ല? നമ്മൾ കൊടുത്ത പേരാണ് അല്ലേ? എ ബി ഇൻറ്റു സി ഡി. ഹാഫ് എ ബി ഇൻറ്റു സി ഡി. എ ബി എത്ര? 6.4. സി ഡി എത്ര? 7.6. ഇവരെല്ലാം എന്താണ്? നമുക്ക് രണ്ടോട്ട് അത് വെട്ടാൻ പറ്റിയ നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക? 6.4നെ 2 കൊണ്ട് വെട്ടിയെങ്കിൽ എത്ര കിട്ടും? അല്ലെ ഹാഫ്. എത്രയാണ്? 3.2. അപ്പോൾ 32നെ 76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും ആൻസർ. അതായത് 6.4നെ നിങ്ങൾ 2 കൊണ്ട് വെട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ വെട്ടി 3.2 എന്ന് എഴുതി വെക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ ഹാഫ് എടുക്കുക. 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞു. 3.2 ആണ്. 32നെ 76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലേ? 76 ഇൻറ്റു 32. അല്ലേ? ഓക്കെ. അപ്പോൾ 2 6 are 12, 2 7s are 40 plus 1 15, 3 6 are 18, 1 3 7s are 21 plus 1 22, 5 13, പിന്നെ 3 4 2. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പോയതിന് ശേഷം ഇവിടെ ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ്, ടോട്ടൽ എത്ര? 2 ഡെസിമൽ പ്ലേസ് നിങ്ങൾ മാറ്റേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് മാറ്റി 24.32 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ എത്രയാണ് പറഞ്ഞിരിക്കുന്നു? 24.32 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ വിസ്തീർണം.